കാറിൽ നിന്നും ഇറങ്ങിയതും അവൻ അവളുടെ കൈ കോർത്തു പിടിച്ച് അവളുമായി മുൻപോട്ട് നടന്നു. അവൾ പതിയെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വിടാതെ പിടിച്ചു. അതോടെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. നിലവിളക്ക് പിടിച്ചു നിൽക്കുന്ന അമ്മയെയും വേണിയെയും നോക്കി അവളൊന്ന് പതിയെ പുഞ്ചിരിച്ചു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് അവൾ കണ്ണടച്ച് കൈകൂപ്പി. എല്ലാം മറന്ന് നല്ലൊരു ഭാര്യയായി മരുമകളായി ജീവിക്കാൻ അനുഗ്രഹിക്കണേ. അവൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. മോള് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. രാവിലെ മുതൽ ഇതെല്ലാം വാരിച്ചുറ്റി നിൽക്കുന്നതല്ലേ, ക്ഷീണം കാണും, രുക്മിണി വന്ന് പറഞ്ഞു. വേണിയുടെ കൂടെ അവളുടെ റൂമിലേക്കാണ് പോയത്. ഡ്രസ് മാറാൻ വേണിയും കൂടി സഹായിച്ചു. അന്നിവിടെ വന്നപ്പോൾ താൻ കരുതിയിരുന്നോ പിന്നൊരിക്കൽ കൂടി ഇവിടേക്ക് വരേണ്ടി വരുമെന്ന്? അതും ഈ വീട്ടിലെ ഒരംഗമായി. ഓരോന്നോർത്തുകൊണ്ടവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഗോൾഡൻ കളറിൽ നിറയെ വർക്കുള്ള ഗൗണായിരുന്നു അവൾക്ക് റിസപ്ഷന്. ഫ്ലോറൽ ബൺ ഹെയർ സ്റ്റൈലായിരുന്നു ചെയ്തത്. വൈറ്റ് സ്റ്റോൺ വെച്ച അധികം വീതിയില്ലാത്ത ഒരു നെക്ലേസും വീതിയുള്ള നെക്ലേസിലെ തന്നെ കമ്മലുമായിരുന്നു ഇട്ടത്. അവളുടെ ഭംഗിയെ എടുത്തു കാണിക്കും വിധം സിമ്പിൾ മേക്കപ്പായിരുന്നു ചെയ്തത്. വേണിയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു റെഡിയായി തന്നെയും വെയിറ്റ് ചെയ്ത് സ്റ്റെയർ സ്പേസിൽ നിൽക്കുന്നവനെ. ബ്ലാക്ക് കളർ സ്യൂട്ട്സും അതേ കളർ ബൂട്ടും അണിഞ്ഞ് തലയെടുപ്പോടെ നിൽക്കുന്നവൻ. അവളെ കണ്ടതും അവൻ്റെ മെയ്കളൊന്ന് തിളങ്ങി. അവളുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ച് അവൻ താഴേക്കിറങ്ങി. താഴെ നിൽക്കുന്നവരെല്ലാം അവരെ കണ്ണിമയ്ക്കാതെ നോക്കി. അത്രയും ഭംഗിയുള്ള ചേർച്ചയുള്ള 2 പേർ. റിസപ്ഷൻ കഴിയുന്നതുവരെ അവൻ ആ കൈകൾ പൊതിഞ്ഞു പിടിച്ചിരുന്നു. പോവാൻ നേരം കവിതയെ വിടാതെ പിടിച്ചു വെച്ച അവളെ അവൻ വലിച്ചു മാറ്റി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കാഴ്ച കണ്ട് കണ്ണൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ്റെ കണ്ണുകൾ രുദ്രൻ്റെ നെഞ്ചിൽ ചേർന്നു നിൽക്കുന്നവളിൽ തറഞ്ഞു നിന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, വാ ഒരുക്കിത്തരാം. അതും പറഞ്ഞ് വേണി അവളുടെ കയ്യും പിടിച്ച് റൂമിലേക്ക് നടന്നു. അലമാര തുറന്ന് ഒരു സെറ്റ് സാരി എടുത്ത് പുറത്തു വെച്ചു. അത് കണ്ടതും ലച്ചുവിൻ്റെ മുഖം വാടി. ഇതൊന്നും വേണ്ട. ഞാൻ ഇന്നൊരു ദിവസം വേണിയുടെ കൂടെ കിടന്നോട്ടെ, പ്ലീസ്. അത് കേട്ടതും വേണിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അതിന് ഞാനാണോ നിന്നെ കെട്ടിയത്? അതുമാത്രമല്ല, നിന്നെ ഇന്നിവിടെ കിടത്തിയാൽ ഏട്ടൻ എന്നെ എടുത്ത് പുറത്തെറിയും. അതും മാത്രമല്ല, വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നീ ഇവിടെ കിടന്നാൽ എൻ്റെ പാവം കെട്ടിയവൻ ഇവിടെ കിടക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ തടസ്സങ്ങളുള്ള സ്ഥിതിക്ക് എൻ്റെ മോൾ നല്ല കുട്ടിയായി സെറ്റ് സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടിയായി നിൻ്റെ കെട്ടിയവൻ്റെ കൂടെ തന്നെ കിടന്നോട്ടോ. ആദ്യമൊക്കെ കാര്യഭാവത്തോടെ പറഞ്ഞവൾ അവസാനം കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ടതും ലച്ചുവിൻ്റെ മുഖം വീർത്തു. വേണി തന്നെയാണ് അവളെ റൂമിലേക്കാക്കിയതും. ഡോർ പകുതി തുറന്നതും അവളൊരു ഭയത്തോടെ അകത്തേക്ക് നോക്കി. അകത്തവനെ കാണാനതും അവളുടെ മുഖം വിടർന്നു. കയ്യിലുള്ള പാൽ ഗ്ലാസ് അവിടെയുള്ള ചെറിയൊരു ടേബിളിൽ വെച്ചു. വേണിയുടെ റൂം പോലെ തന്നെ അത്രയും വലുതായിരുന്നു ആ റൂമും. അവൾ അവിടെ ആകമാനം ഒന്ന് നോക്കി. അവളുടെ വിടർന്ന മെയ്കൾ ഒന്നുകൂടി വിടർന്നു. ഭിത്തിയിൽ വലുതായി തൻ്റെയും രുദ്രൻ്റെയും നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ. തനിക്ക് പിറകിലിരുന്ന് താനറിയാതെ തന്നെ നോക്കുന്ന രുദ്രദേവ്. അവളുടെ കണ്ണുകൾ സംശയത്തോടെ ചുളിഞ്ഞു. ഇതു താൻ വേണിയുടെ വിവാഹത്തിനിട്ട ഡ്രസ്സല്ലേ? അന്ന് ഇങ്ങനെയൊരു ഫോട്ടോ എപ്പോൾ എടുത്തു? അവൾ ആലോചനയോടെ തിരിഞ്ഞതും കണ്ടു. വാതിൽപ്പടിയിൽ ചാരി തന്നെ നോക്കി നിൽക്കുന്ന രുദ്രൻ. അവനെ കണ്ടതും അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് പരുങ്ങി. അത് കണ്ടതും അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. അത് കണ്ടതും അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. കൈകൾ സാരിയിൽ ചുറ്റിപ്പിണഞ്ഞു. രുദ്രൻ്റെ കണ്ണുകൾ അവളുടെ മാറുന്ന ഭാവങ്ങളെല്ലാം ഒരു കള്ളച്ചിരിയോടെ ഒപ്പിയെടുത്തു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. അവനടുത്തേക്ക് വന്നതും അവൾ വിറയലോടെ അവനെ മുഖമുയർത്തി നോക്കി. പതിയെ പിന്നിലേക്ക് നീങ്ങി നിന്നു. അത് കണ്ടതും അവൻ്റെ ചിരിയുടെ ഭംഗി കൂടി. അവൻ വീണ്ടും അവളോടടുത്തു. എത്ര സമയം വേണം? അവളുടെ മുഖത്തോട് മുഖമടുപ്പിച്ച് അവൻ പതിയെ ചോദിച്ചു. അവൻ്റെ നിശ്വാസം
അവളുടെ മുഖത്ത് പതിച്ചു. പറ, എത്ര സമയം വേണം? അവൻ വീണ്ടും അവളോടടുത്തതും അവളൊന്നും മനസ്സിലാവാതെ അവന് നേർക്ക് മുഖമുയർത്തി നോക്കി. അവളുടെ ഭംഗിയുള്ള മുഖം അത്രയും അടുത്തു കാണേ രുദ്രൻ്റെ മിഴികളൊന്ന് വിടർന്നു. അവൻ അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി. എൻ്റെ കൂടെ പൂർണ്ണ സമ്മതത്തോടെ, ഇഷ്ടത്തോടെ, പൂർണ്ണമായും എൻ്റെ പാതിയായി ജീവിക്കാൻ ലച്ചുവിന് എത്ര സമയം വേണം?